നമ്മളിപ്പോൾ കലോത്സവം നമുക്കറിയുന്ന പോലെ കണ്ണൂർ ഇന്റർ പോളി കലോത്സവം കണ്ണൂർ തോട്ടറ പോളി വെച്ച് നടക്കുകയാണ്. ഇപ്പോൾ 19 വർഷത്തിന് ശേഷമാണ് കണ്ണൂർ ജില്ലയിൽ സംസ്ഥാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലോത്സവമാണ് സംസ്ഥാനത്ത് ഇന്റർ പോളി കലോത്സവം എന്ന് പറയും. കഴിഞ്ഞ വർഷത്തിനേക്കാളും ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് നമ്മുടെ കണ്ണൂർ അതിനെ ഈ കലോത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നത്. 19 വർഷത്തിന് ശേഷം, നേരത്തെ പറഞ്ഞ പോലെ 19 വർഷത്തിന് ശേഷമാണ് കണ്ണൂരിനകത്ത് ഈ കലോത്സവം വരുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ ഏറ്റവും നല്ല മികച്ച ഒരു പോളി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ഈ തോട്ടറ പോളിയാണ്. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിനകത്ത് ഈ പോളി തീരുമാനിച്ച സമയത്ത് തന്നെ കണ്ണൂർ തോട്ടറ ഗവൺമെന്റ് പോളിയിൽ ഇത് നടത്താം നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം മികച്ച രീതിയിൽ തന്നെയാണ് അതിന്റെ സംഘടന എല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 19 വർഷത്തിന് ശേഷം കണ്ണൂർ കിട്ടുന്ന ഈ കലോത്സവത്തെ 19 വർഷത്തിനപ്പുറവും ഇവിടെ വെച്ച് തന്നെയാണ് നടന്നത്. അതിനുശേഷം നടക്കുമ്പോൾ അതിനേക്കാൾ മികച്ച രീതിയിൽ എങ്ങനെ നടത്താം എന്നതിന്റെ ആലോചനയുടെ ഭാഗമായി തന്നെയാണ് മികച്ച രീതിയിൽ ഈ കലോത്സവത്തെ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളായാലും നല്ല നിലയിലുള്ള അഭിപ്രായങ്ങളാണ് ഈ കലോത്സവമായി ബന്ധപ്പെട്ട്. മഴയുടെ പ്രയാസങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കൂടി നല്ല നിലയിൽ നമുക്ക് കലോത്സവം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഈ കലോത്സവമായി ബന്ധപ്പെട്ടായാലും അതിന്റെ പേര് കാർണേഷൻ എന്ന പേരാണ് ഈ കലോത്സവത്തിന് കിട്ടുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പേരായി ഈ കലോത്സവത്തിന്റെ പേര് മാറിയിട്ടുണ്ട്. കാർണേഷൻ എന്ന് പറയുന്ന ഒരു പുഷ്പത്തിന്റെ പേരാണ്. അപ്പോൾ കാർണേഷൻ വിപ്ലവം എന്നത് വർഷങ്ങൾക്കപ്പുറം പോർച്ചുഗലിൽ നടന്ന ഒരു വിപ്ലവത്തിന്റെ ഭാഗമായിട്ടുള്ള പേരാണ് കാർണേഷൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ വിപ്ലവം അവസാനിക്കാൻ കാരണമായിട്ടുള്ളത് അവിടുത്തെ സൈനികർ ഉൾപ്പെടെ ആയുധങ്ങളിൽ കാർണേഷൻ എന്ന് പറയുന്ന പുഷ്പം വെച്ചുകൊണ്ട് മിലിറ്ററി ഉൾപ്പെടെ നടത്തിയ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി അവിടുത്തെ ഏകാധിപത്യ ഭരണകൂടത്തെ മറിച്ചിടുന്ന ഒരു ചരിത്രമാണ് ഈ കാർണേഷൻ പുഷ്പത്തിനുള്ളത്. അപ്പൊ യുദ്ധങ്ങൾ ലോകത്ത് നടക്കുന്ന സമയത്താണ് നമ്മൾ യുദ്ധത്തിനെതിരായി ഒരു രക്തം പോലും ചൊരിയാതെ ലോകത്ത് നടന്നിട്ടുള്ള ഒരു വിപ്ലവമാണ് കാർണേഷൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ പുഷ്പത്തിന്റെ പേര് പോലുമാണ് നമ്മൾ ഈ കലോത്സവമായി ബന്ധപ്പെട്ട് നമ്മുടെ കലോത്സവത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേദികൾക്ക് ലോകത്തിലെ യുദ്ധത്തിന്റെ ഭീകരത അനുഭവിക്കുന്ന വിവിധ രാജ്യങ്ങളുടെ പേരുകളാണ് കലോത്സവത്തിന്റെ വേദികൾക്ക് നമ്മൾ നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയം കൂടി ഈ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് സൂചിപ്പിക്കാം. ഇതുപോലെ KSUവിന്റെ ഭാഗത്ത് നിന്ന് ചില വിമർശനങ്ങൾ കേസിന്റെ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഇപ്പൊ കേസിന്റെ ഭാഗമായിട്ട് മട്ടന്നൂർ പോളിയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചെയ്തു കൊടുത്തതെന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾ ഉൾപ്പെടെ നമ്മൾ അവസാന ദിവസം രജിസ്ട്രേഷൻ സമയം അവസാനിച്ചതിന് ശേഷം മത്സരിക്കാൻ വേണ്ടി വന്ന കുട്ടികളെ നമ്മൾ മത്സരിക്കാൻ വേണ്ടി അനുവദിക്കുകയാണ് ചെയ്തത്. നമുക്ക് അവരെ മാറ്റി നിർത്തുവല്ല ഇത്, നമുക്ക് അവരെ പ്രത്യേക അനുമതി വെച്ച് ഡീന്റെ ഓഫീസിൽ നിന്ന് അനുമതി മേടിച്ച് ആ വിദ്യാർത്ഥികളെ, നാടൻ പാട്ടിനാണെന്ന് തോന്നുന്നു, ആ വിദ്യാർത്ഥികളെ നമ്മൾ മത്സരിപ്പിക്കാൻ വേണ്ടി അനുവദിക്കുകയാണ് ചെയ്തത്. അതിന് അപേക്ഷിച്ച ഫോമും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെയുണ്ട്. അതെല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളായിട്ട് മറ്റു വിദ്യാർത്ഥി സംഘങ്ങൾ KSU ഉൾപ്പെടെയുള്ള സംഘടന ആരോപിക്കുന്നത് മാത്രമാണ്. ഇവിടെ എല്ലാ തരത്തിലുള്ള KSUക്കാരും AVP-ക്കാരും അങ്ങനെ രാഷ്ട്രീയ ഭേദമില്ലാതെയാണ് നമ്മൾ ഇതിന്റെ കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്നത്. അതിനകത്തൊരു ആരോപണം മറ്റ് ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് UDF-ന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരെ ഒന്നും സഹകരിക്കുന്നില്ല. അപ്പൊ നാളെ ഈ കലോത്സവത്തിന്റെ സമാപനമാണ്. സമാപനത്തിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ മന്ത്രി കൂടിയായിട്ടുള്ള സണ്ണി ജോസഫാണ് ഈ സമാപന സമ്മേളനം ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്തത്. അതിനകത്ത് മണ്ഡലത്തിലെ MLA, കണ്ണൂരിലെ MLA ആയ TO മോഹൻ ഉൾപ്പെടെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ കേവലമായിട്ട് വ്യാജമായി ഒരു പുകമറ ഇത്തരത്തിലുള്ള കലോത്സവങ്ങളുടെ ഭംഗി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നത് മാത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ കേരളത്തിലെ നാനാഭാഗത്തിലെ എല്ലാ കോളേജിലെ കുട്ടികളും ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ സഹകരണം നമുക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ വർഷം പത്തനംതിട്ടയെ വെച്ചിട്ടാണ് ഇന്റർ പോളി കലോത്സവം നടന്നിട്ടുള്ളത്. ഈ വർഷം കണ്ണൂരിലേക്ക് നടക്കുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ളൊരു മാറ്റം എന്ന് വെച്ചാൽ അതിന്റെ പങ്കാളിത്തത്തിന്റെ വർധനമാണ്. നമ്മൾ ഈ രജിസ്ട്രേഷൻ ഉൾപ്പെടെ നല്ല സമയം, അതായത് കലോത്സവം നടക്കുന്നതിന്റെ തലേ ദിവസം വരെ നമ്മൾ ഇതിന് രജിസ്ട്രേഷൻ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. കാരണം പരമാവധി വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമായിട്ട് കണ്ണൂർ എത്തണം, നല്ല നിലയിലുള്ള പങ്കാളിത്തം കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവണം എന്നതുകൊണ്ട് തന്നെയാണ് കലോത്സവത്തിന്റെ തലേ ദിവസം വരെ നമ്മൾ രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. ഏകദേശം 2500 മുകളിൽ വിദ്യാർത്ഥികൾ ഈ കലോത്സവമായി ബന്ധപ്പെട്ട് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. 63ഓളം വരുന്ന മത്സര ഇനങ്ങളിൽ ഇത്രത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പം വലിയൊരു കലോത്സവമായിട്ട് ഇത് കഴിഞ്ഞ വർഷത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വിദ്യാർത്ഥികളായാലും വിവിധ യൂണിയനുകളുടെ ഭാഗമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുട്ടികളാണ്. അവരും കലോത്സവമായി ബന്ധപ്പെട്ട് നല്ല സഹകരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെഡ്യൂൾ ഉൾപ്പെടെ നമ്മൾ എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്കാണ് പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ ഉൾപ്പെടെ നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം ഒരു ഷെഡ്യൂൾ പുറത്തിറക്കി,
അപ്പൊ അതിൻ്റെ അകത്ത് പ്രയാസം നമ്മൾ ചോദിച്ചു, ഏതെങ്കിലും കോളേജുകൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടി പറഞ്ഞു. ആ അറിയിച്ചതനുസരിച്ച് ഫൈനൽ ഷെഡ്യൂൾ അത് പ്രകാരം തന്നെ എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്കാണ് നമ്മൾ അതിന്റെ ക്രമീകരണം ഉൾപ്പെടെ ഒരുക്കിയിട്ടുള്ളത്. അത് വിദ്യാർത്ഥികൾ നല്ല നിലയിൽ നമ്മളോടത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്.